ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം ഒരു കോട്ടേജ് മീറ്റിംഗ് കൊല്ലത്ത് ക്രമീകരിച്ചപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആലപ്പുഴ നിന്ന് വരേണ്ട വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്റെ കാര്യം സമയം പറഞ്ഞ പോലെ ആലപ്പുഴ ഓവർ നേരത്തെ വയ്യെന്നുള്ളതല്ല, ആലപ്പുഴയും കാര്യങ്ങളും ഒരു സഭ തന്നെയാണ്, ഒരു സഭയായിട്ട് തന്നെയാണ്. നമ്മൾ കർത്തൃ വിഷയം ഞങ്ങൾ ഒരുമിച്ചാണ് കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് ആലപ്പുഴ സഭയുടെ ഒരു ഭാഗം തന്നെയാണ് കായംകുളം സഭയും. അതുകൊണ്ട് ഗൗതമായിട്ടും വരേണ്ടതുണ്ട്. നമുക്ക് പഴയ നിയമത്തിലൊരു വേദഭാഗം വായിക്കാം. മലാക്കി പുസ്തകം, മലാക്കി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. മലാക്കി പുസ്തകം, മലാക്കി അത് പഴയ നിയമത്തിലെ അവസാന പുസ്തകമാണ് മലാക്കി. 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാവുന്നു അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചത്? ഇതിലൊരു ചരിത്ര പശ്ചാത്തലം എന്ന് പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് പറഞ്ഞു. ഇത് പഴയ നിയമത്തിന്റെ അവസാന പുസ്തകം എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ പിന്മാറിപ്പോയ ഒരു ജനത്തോടുള്ള ഒരു പ്രവാചക ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ പ്രവചന വാക്യങ്ങളാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത്. ഞാൻ പേര് വിചാരിച്ചത് മലാഖി എന്ന് പറഞ്ഞ ആരാളുടെ പേരാണെന്നാണ്. മലാഖി എന്ന് പറഞ്ഞ ഒരു പേരല്ല, അല്ലേ? മലാഖ് എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നുള്ള അർത്ഥത്തിൽ അവിടെ ആ എഴുതിയ ആൾ അയാളുടെ പേര് പോലും വെളിപ്പെടുത്താതെ, അങ്ങനെ പേര് വെളിപ്പെടുത്താത്ത ഒരു പ്രവാചകൻ തന്നെത്താൻ മറിഞ്ഞിരുന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തോട്, ആ വളരെ പിന്മാറിപ്പോയ ഒരു ഇസ്രായേൽ ജനത്തോട് പ്രവചിക്കുന്ന ഒരു പുസ്തകമാണ് മലാഖി പ്രവചനം, മലാഖി പുസ്തകം. പുതിയ നിയമത്തിലെ ആദ്യത്തെ പ്രവാചകൻ, അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞ പോലെ ഈ മലാഖിക്ക് ശേഷം ഏതാണ്ട് 400 വർഷം കഴിഞ്ഞാണ് പിന്നെ ഇസ്രായേൽ ജനത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടാകുന്നത്. അത് അറിയാം, ആരാ? യോഹന്നാൻ സ്നാപകൻ. അത് ഏതാണ്ട് 400 വർഷം കഴിഞ്ഞാണ്. യോഹന്നാൻ സ്നാപകനും ഏതാണ്ട് ഇതേപോലെ തന്നെയായിരുന്നു. അത് മറിഞ്ഞിരുന്നാണ് പ്രവാചകൻ, അല്ലേ? അവിടെ പറയുന്ന പേരൊന്നും പറയുന്നില്ല. പിന്നീടാണ് യോഹന്നാൻ സ്നാപകന്റെ പേര്. പക്ഷെ പ്രവാചകരെ യോഹന്നാൻ എങ്ങനെയാ അവിടെ പറയുന്നത്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം എന്ന് പറഞ്ഞ് തന്നെത്താൻ മറിഞ്ഞിരുന്നാണ് ശുശ്രൂഷ, ആ പ്രവാചക ശുശ്രൂഷ ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു തുടക്കം വേണം നമുക്കിവിടെ കാണാം, ഈ പുസ്തകത്തിൽ കാണാം. അവിടെ മറിഞ്ഞിരുന്ന ശുശ്രൂഷ ചെയ്ത പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എപ്പോഴും അങ്ങനെയായിരുന്നു. അവിടെ പേരിനല്ല, പ്രവാചക ശുശ്രൂഷയ്ക്ക് പ്രവാചകന്മാരുടെ പേരിനൊരു പ്രസക്തി പുതിയ നിയമത്തിലില്ല. പുതിയ നിയമത്തിൽ പ്രവാചക ശുശ്രൂഷയിലെ ആ വാക്ക് പറയുന്ന ആരാണ് പറയുന്നത് എന്നുള്ളതല്ല. എന്നാൽ പുതിയ നിയമത്തിൽ പറയുന്ന വചനത്തിലാണ്, അല്ലെ പറയുന്ന വചനത്തിലൂടെ വെളിപ്പെട്ട് വരുന്ന പ്രമാണങ്ങൾക്ക് അത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളതായിരുന്നു പുതിയ നിയമത്തിൽ പ്രാധാന്യമായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ജനത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് വളരെ പിന്മാറിപ്പോയ ഒരു കൂട്ടരായിരുന്നു ഇസ്രായേൽ ജനമാസമായിട്ട്. അതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മൾ കാണുന്ന ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ പിന്മാറ്റം ഉണ്ടാകുന്നതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു തുടക്കം, അല്ലെങ്കിൽ പുതിയൊരു ഉണർവ് ഇസ്രായേൽ ജനത്തിൽ ഉണ്ടായി. അവര് ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ ബാബിലോണിലെ അടിമകളായിരുന്നു. അവിടെ പല സാമ്രാജ്യങ്ങൾ വന്നു. അവിടെ അവർക്കൊരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നു. ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് അവർ മടങ്ങി വന്നു കുറച്ചാളുകൾ. അങ്ങനെ അവർക്ക് വീണ്ടും ഒരു ഇസ്രായേൽ അവർ തിരിച്ചു വരികയും ജെറുസലേം പട്ടണം പണിയുകയും യെരൂശലേം ദേവാലയം പണിയുകയും അതിന് ചുറ്റുമതിൽ, ഏറ്റവും അവസാനം അതിന് ചുറ്റുമതിൽ പണിയുകയും ഒക്കെ ചെയ്ത അത് മാത്രമല്ല, ഒരു പുതിയ തുടക്കം, ഒരു പുനഃസൃഷ്ടിപ്പ്, ഒരു പുതിയ നവീകരണം അവിടെ നടന്ന് ഒരു ജനം അവിടെ വീണ്ടും പുതിയൊരു തുടക്കം പോലെ ഇസ്രായേൽ ജനം അവിടെ ദൈവത്തിന്റെ സ്വന്തം ജനം എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് നെഹമ്യാവിന്റെ പുസ്തകത്തിലാണ് അത് കാണുന്നത്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഇപ്പൊ എടുക്കണ്ട, നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നെഹമ്യാവിലാണ് അത് പൂർത്തീകരിച്ച് അവിടെ ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ അവർ ആരംഭിക്കുന്നത്. അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, മോശ കൊടുത്ത ന്യായപ്രമാണം നമുക്കറിയാം. അന്ന് ന്യായപ്രമാണം കൊടുത്ത് യോശുവയുടെ കാലം വരെയൊക്കെ അവർ ആചരിച്ചു. യോശുവയുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് പോയി. പിന്നെ അവർ വിജാതീയരായിട്ട് മിങ്കിൾ ചെയ്തു, ജാതിയുടെ സംസ്കാരം കൊണ്ടുവരുന്നു. അപ്പോഴൊക്കെ ഓരോ സമയത്ത് ദൈവത്തിന്റെ ന്യായവിധി വരും. പിന്നെ ഇടയ്ക്ക് ആരെങ്കിലും ഒരു രാജാവ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ വരുമ്പോഴോ വീണ്ടും ഒന്ന് ഇടയ്ക്കൊന്നും ശരിയാവും, വീണ്ടും പിന്നെ അവർ പോകും. അങ്ങനെ പിന്മാറ്റം. അങ്ങനെയാണ് കർത്താവ്, അല്ലെങ്കിൽ യഹോവയായ ദൈവം, അല്ലെങ്കിൽ സർവശക്തരായ ദൈവം അവരുടെ പാപം നിമിത്തം അത് നമ്മളത് പ്രവാചകം അവിടെ പഴയ നിയമം വായിക്കുമ്പോൾ അറിയാം. ആദ്യം 10 ഗോത്രങ്ങളെ അസൂര്യക്കാർ അവര് പിടിച്ചോണ്ട് പോയി. പിന്നെ അവരെ കുറിച്ചൊന്നും അറിയുന്നില്ല. പിന്നീട് വരുന്ന 2 ഗോത്രങ്ങളാണ് ബാബിലോണിയർ പിടിച്ചോണ്ട് പോകുന്നത്. അവരിൽ നിന്നാണ് ഈ മടങ്ങിവരവ് ഉണ്ടായത്. അവരിൽ നിന്നാണ് ഈ മടങ്ങിവരവ് ഉണ്ടായത്. ദാനിയേലിൽ തുടങ്ങി. ദാനിയേലിന് ഒരു ഹൃദയഭാരം ഉണ്ട്. ദാനിയേൽ പ്രാർത്ഥിച്ചു. അനുകൂല സാഹചര്യം ഉണ്ടായപ്പോൾ
ആദ്യം സെരുബാബേലിന്റെയും യോശുവയുടെ നേതൃത്വത്തിൽ അവരാദ്യം വന്നു. അവരാണ് ദേവാലയം പണിയുന്നത്. അതിനുശേഷം നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ വന്നവരാണ് മതിൽ പണിയുന്നത്. അവിടെ ഒരു പ്രത്യേകത അവർ തുടങ്ങുമ്പോൾ അവർ ഈ ന്യായപ്രമാണത്തിലെ ഈ കാലങ്ങളായിട്ട്, ഈ നൂറ്റാണ്ടുകളായിട്ട് ഇസ്രായേൽ ജനം അവർക്ക് മോശയിലൂടെ യഹോവയായ ദൈവം കൊടുത്ത, സർവശക്തനായ ദൈവം കൊടുത്ത പ്രമാണങ്ങൾ അനുസരിക്കുന്നതിൽ വലിയ വീഴ്ചയെ കുറിച്ച് അവർക്ക് തിരിച്ചറിവുണ്ടായിട്ട് അവര് നെഹമ്യാവിന്റെ സമയത്ത് അവർ പുതിയ തുടക്കം കിട്ടിയിട്ടുള്ളത് അവര് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ അവിടെ വായിക്കുമ്പോൾ അവരെ ന്യായപ്രമാണ പുസ്തകം തുറന്നു നോക്കി തുടർച്ചയായിട്ട് ഇത് വായിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല അവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. എവിടെയെങ്കിലും ഇനി വിട്ടുപോയിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ ഇനി അനുസരിക്കാത്തുണ്ടോ എന്ന് കണ്ടെത്തി ഓരോന്നും അനുസരിക്കാൻ പൂർണ്ണമായ അനുസരണത്തിലേക്ക് വരുന്ന ഒരു കാര്യം. എന്നിട്ട് അവരവിടെ അതിനകത്ത് നമുക്ക് കാണാം, അവരന്നിട്ട് ഒരു ഉടമ്പടി എഴുതി വരുന്നു. ഇനി ഞങ്ങൾ ഇത് മുഴുവൻ അനുസരിക്കാമെന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നു, സത്യം ചെയ്യുന്നു. നെഹമ്യാവ് ആദ്യം ഒപ്പിടുന്നു, അങ്ങനെ തുടർന്ന് എല്ലാവരും ഒപ്പിടുന്നതൊക്കെ നമുക്ക് അവിടെ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കാണാം. അതായത് ഒരു പുതിയ തുടക്കം, അത് പ്രമാണം മുഴുവൻ അനുസരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പുതിയ തുടക്കം കിട്ടിയ ഒരു ജനത, അവർക്ക് ഒരു പുതിയ സൃഷ്ടിപ്പാട് ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമുക്ക് അതിനെ ഒരു ആത്മീയ അർത്ഥത്തിൽ പുതിയ നിയമസഭ നമ്മളും ഒരു ബാബിലോണിന്റെ അനുബന്ധത്തിൽ നിന്ന് വന്ന് ഒരു പുതിയ തുടക്കം കിട്ടി ഒരു പുതിയ സഭയിലേക്ക് വന്നവരാണ്. അല്ലെങ്കിൽ പുതിയ നിയമ പ്രമാണം, ദൈവോധനം പ്രമാണം മുഴുവൻ അനുസരിക്കാൻ മനസ്സ് വെച്ചുകൊണ്ടുള്ള ഒരു തുടക്കമാണ് നമുക്ക് ലഭിച്ചതെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. ഞാൻ അതിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഈ മലാക്കിയിലേക്ക് വരുമ്പോൾ വീണ്ടും പിന്മാറി. നെഹമ്യാവ് മാറിയപ്പോൾ തന്നെ അവർക്ക് ഒരു ചെറിയ പിന്മാറ്റം ഉണ്ടായിരുന്നു. നമ്മൾ നെഹമ്യാവ് തന്നെ കാണുന്നുണ്ട്. നെഹമ്യാവ് കുറച്ച് ദിവസത്തേക്ക് മാറിയെന്നപ്പോൾ തന്നെ ഒരു ചെറിയ പിന്മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ നെഹമ്യാവിന്റെ കാലശേഷം നെഹമ്യാവിന്റെ കാലശേഷം പിന്നീട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ വളരെ പിന്മാറിപ്പോയി. പക്ഷെ ഈ പിന്മാറ്റത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. പണ്ടത്തെ ആദ്യത്തെ ഇസ്രായേൽ ജനത്തിന്റെ പിന്മാറ്റം എന്ന് പറയുന്നത് അവർ ദൈവത്തെ പൂർണ്ണമായിട്ട് വിട്ട് പല രീതിയിൽ അങ്ങ് മിങ്കിൾ ചെയ്തൊക്കെ പോകായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ദേവാലയമുണ്ട്, പട്ടണമുണ്ട്, ചുറ്റുമതിലുമുണ്ട്. അപ്പൊ മതിലിനകത്തുള്ള ആളുകളാണ്, മതിലിനകത്താണ് എന്ന് പറഞ്ഞാൽ വേർപാടിന്റെ മതിലിനകത്താണ്. വേർപാട് എന്ന് പറയുന്നത് കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ടുള്ള വേർപാട് ഉള്ളതാണ്. പക്ഷെ എന്നിട്ടും അവർ പിന്മാറി. കാര്യം എന്താ പറയാ, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്? അവർക്കെല്ലാം ഉണ്ട്. അവരോട് ചോദിച്ചാൽ മറ്റേ ആദ്യത്തെ പിന്മാറിപ്പോ ഇസ്രായേലിന് മോശം കൊടുത്ത പ്രമാണമൊക്കെ വിട്ട് ഉപേക്ഷിച്ച് ശാബത്ത് ആചരിക്കാതിരിക്കുകയും അല്ലെങ്കിൽ യാഗം കഴിക്കാതിരിക്കുകയും പെരുന്നാൾ ആഘോഷിക്കാതിരിക്കുകയും അവരോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കാതിരിക്കുകയും ചെയ്ത് അവർ ടോട്ടലി പിന്മാറിപ്പോയത്. ഇടയ്ക്ക് ഇങ്ങനെ ചിലർ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവരങ്ങനല്ല. ഇതിനകത്ത് ഇതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ പിന്മാറിപ്പോയി. അത് നമ്മൾ നാട്ടിൽ കാണാം. അവരെ കുറിച്ച് വായിക്കുമ്പോഴത്തേക്കാണ് അവരോട് നോക്കിയാലുണ്ടല്ലോ അവർക്കെല്ലാം ഉണ്ട്. അവർക്ക് യാഗമുണ്ടോ? ഉണ്ട്. യാഗമുണ്ട്. യാഗം കൃത്യമായിട്ട് അവർ കൊടുക്കും. യാഗം കഴിക്കാനുള്ള കൃത്യമായിട്ട് കൊടുക്കും. പെരുന്നാളുകളോ എല്ലാം ആഘോഷിക്കും. പക്ഷെ എല്ലാം അതിന്റെ ഒരു ബാഹ്യമായിട്ടുള്ള ചടങ്ങ് പോലെ. അതായത് നമ്മൾ ഞങ്ങൾ ഭാഗത്തേക്ക് വരുന്നില്ല, അതിനകത്ത് വായിക്കുമ്പോൾ കാണാം യാഗം കഴിക്കാൻ കൊണ്ടുവരുന്നത് അവർക്ക് വേണ്ടാത്ത മൃഗത്തെയും കൊള്ളുവരാത്ത പക്ഷിയെയും ഒക്കെ കൊണ്ടുവന്ന് പ്രമാണം തെറ്റിച്ചോ? പ്രമാണം തെറ്റിക്കുന്നില്ല. പക്ഷെ അതിന്റെ ആ ഒരു മോട്ടീവ് അല്ല, അതിന്റെ പുറകിലുള്ള മനോഭാവം എങ്ങനെയാണ്? ഒരു ചടങ്ങ് പോലെ ചെയ്തേക്കാം. ഇതാണ് നമുക്കുള്ള അപകടം. പ്രിയമുള്ളവരെ, ദൈവസഭയ്ക്ക് ഉണ്ടാകുന്ന ഒരു പുതിയ തുടക്കം കിട്ടിയെങ്കിലും, പുതിയ തുടക്കം കിട്ടി എല്ലാം അനുസരിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്കും ഈ ഒരു അപകടം ഉണ്ടാകാം. എന്ത്? എല്ലാം ഒരു നമ്മൾ പ്രമാണമല്ല അനുസരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ, പക്ഷെ അതിന്റെ ഒന്നും യഥാർത്ഥമായ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടോ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന് വേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ടോ ചെയ്യാതെയും പ്രമാണങ്ങൾ അനുസരിക്കുന്നു എന്നുള്ള ഒരു ഭാവത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പുതിയ ദൈവത്തിന്റെ ഒരു ഭാഷ പറയുകയാണെങ്കിൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ഇല്ലാത്തവരായിട്ടും ജീവിക്കാം. അതുകൊണ്ട് നമുക്ക് അവിടെ നമുക്ക് ഇതിലേക്ക് വരാം. ഞാനൊരു ചരിത്ര പശ്ചാത്തലം ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഈ ജനത്തിന്റെ പ്രത്യേകത ഇവിടെ ഇത് കണ്ടോ, നമ്മൾ വായിച്ച രണ്ടാം വാക്യത്തിൽ എന്താണ്? അവിടെ യഹോവയായ ദൈവത്തിന്റെ ഒരു അരുളപ്പാടാണ്. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? അരുളപ്പാടിന് വരും ബേർഡൻ എന്നാണ്, അല്ലേ? ബേർഡൻ എന്നാണ്. അതായത് ഈ പിന്മാറിപ്പോയ ജനത്തോട് ഈ മലാക്കി എന്നല്ലെങ്കിൽ ദൂതൻ അറിയിക്കുന്നത് വാസ്തവത്തിൽ ദൈവത്തിന്റെ ഭാരമാണ്, ബേർഡനാണ് അറിയിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ വാചകം തന്നെ പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത്. ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ആ ദൈവത്തിന്റെ വലിയൊരു എന്താ പറയുന്നത് സത്യം, ഏറ്റവും വലിയ ദൈവിക സത്യം ഒരിക്കൽ കൂടെ അവരോട് വെളിപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. വീണ്ടും അവർ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. ഉടനെ അവരുടെ മറുപടി എന്താ?
അതാണ് ഏറ്റവും രസം. ഈ ജനത്തിന്റെ മറുപടി എന്താ? ആ മറുപടി എന്താ ഭായി? എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കും? എങ്ങനെയായിരുന്നു അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചത്? അവർക്ക് യഹോവയായ ദൈവത്തിന്റെ സ്നേഹം ഇനി തുടർച്ചയായിട്ട് നമ്മൾ വീണ്ടും ഇതിനകത്ത് കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഈ ഒരു ഏഴോളം സന്ദർഭങ്ങളിൽ ഇവർ ഈ ചോദ്യമുണ്ട്. എല്ലാത്തിനും ഒരു കാര്യം, ദൈവം ഒരു കാര്യം പറയുമ്പോൾ ഉടനെ തന്നെ മറുചോദ്യം. നരണ്ടോളെ ഈ മറുചോദ്യം ചോദിക്കുന്ന ആരാ? ഒരു കാര്യം കേട്ടാൽ ഉടനെ തന്നെ ഒരു മറുചോദ്യം. അങ്ങനെയായിരുന്നു ഈ ആളുകൾ. എന്ത് കേട്ടാലും ഇപ്പൊ ഇവര് ഇത് ഇനി താഴോട്ട് തന്നെ പുരോഹിതന്മാരോട് പറയുന്നു. ഇതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും ചോദിക്കുന്നുണ്ട്. ഈ പുരോഹിതന്മാർ, ഞാൻ അത് ആ കാര്യങ്ങളൊന്നും പെട്ടെന്ന് കാണിക്കാം. 7-ാം 1-ന്റെ അവിടെ നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ എന്തിനാലാണ് ഞങ്ങൾ നിന്റെ മലിനമാക്കിയത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് അതിന്റെ 7-ാം വാക്യത്തിന് തന്നെ ഏതിനാലാണ് ഞങ്ങൾ നിങ്ങളെ മലിനമാക്കിയത്? എല്ലാത്തിനും മറിയോദ്യമാണ്. പിന്നെ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ അവരോട് വാക്കുകൊണ്ട് നിങ്ങൾ യഹോവയെ ദുഷിപ്പിക്കുന്നു പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ ദുഷിപ്പിക്കുന്നത്? പിന്നെ ചോദ്യമാണ്, മറിയോദ്യമാണ്. പിന്നെ അഞ്ചാമതായിട്ട് നമ്മള് 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ കാണുന്നു. അവിടെ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾ എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്? മടങ്ങി വരേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്? വീണ്ടും ചോദ്യമാണ്. അത് ഞാൻ 8-ാം വാക്യത്തിലുണ്ട്. ഞങ്ങൾ അങ്ങനെ കൊള്ള ചെയ്യുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ അങ്ങനെ കൊള്ള ചെയ്യുന്നത്? നിങ്ങൾ ദൈവത്തെ കൊള്ളടിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾ എങ്ങനെയാണ്? അവർക്കത് മനസ്സിലാകുന്നില്ല, അവർക്ക് അറിയാമല്ല. പിന്നെ അതിന്റെ 13-ാം വാക്യത്തിൽ 3-ന്റെ 13 അവിടെ കാണുന്നു ഞങ്ങൾ എങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങൾ അങ്ങേക്കെതിരെ എന്താണ് ഞങ്ങൾ പറഞ്ഞത്? എന്താണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? എന്താണ് പറഞ്ഞത്? അങ്ങനെ ഓരോ സമയത്തും എന്ത്, എങ്ങനെ, എന്തിനാൽ ഇങ്ങനെയുള്ള മറുചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ആ ജനത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? ആ ജനം എങ്ങനെയുള്ളതായിരുന്നു? നമുക്ക് ഇതേപോലെ അവരുടെ ഒരു പ്രത്യേക അവരെന്തുകൊണ്ടാണ് അതിനെ എപ്പോഴും മറിയോദ്യം ചോദിച്ചത്? അവർ തങ്ങളുടെ യഥാർത്ഥമായ അവസ്ഥ അറിഞ്ഞില്ല. അവരുടെ യഥാർത്ഥമായ അവസ്ഥ അറിഞ്ഞില്ല. അങ്ങനെ ഒരു കൂട്ടരെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിൽ ആരാന്നറിയാം? അവരുടെ യഥാർത്ഥ ലവോദിക്യ സഭയെ കുറിച്ച് പറയുമ്പോൾ ലവോദിക്യ സഭ അങ്ങനെയായിരുന്നു. അവർക്ക് അവരുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലായില്ല. ചരിത്രം പറയുമ്പോൾ അതിന്റെ സഭാചരിത്രത്തിൽ പറയുന്നത് ഏറ്റവും അവസാന കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു സഭയാണ് ലവോദിക്യ സഭ എന്നാണ് പറയുന്നത്, അല്ലെ? അങ്ങനെയാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. ലവോദിക്യ സഭയെ സൂചിപ്പിക്കുന്നത് ഈ അവസാന കാലഘട്ടത്തിന്റെ ഒരു അടയാളമായിട്ടാണ്. നമ്മളിന്ന് നോക്കിയാൽ ശരിക്കും കാണുന്നത് നമ്മുടെ ചുറ്റിനും ഇത് തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ വിചാരിക്കും, മനസ്സിലാക്കണം എന്താണ് അവസാന നാളിലെ ഒരു അടയാളമാണ്. എന്താണ്? ദൈവത്തിന്റെ ഒരു അരുളപ്പാട്, അല്ലെങ്കിൽ ദൈവവചനം ഒരു കാര്യം പറയുമ്പോൾ, ദൈവവചനത്തിന്റെ ഒരു കാര്യം കേൾക്കുമ്പോൾ അത് കേൾക്കുന്നതിന് പകരം അതിനോടൊരു മറുചോദ്യം ചോദിച്ച് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു മറുചോദ്യം ചോദിക്കുന്ന അതെങ്ങനെയാണ്? അതെന്താണ്? അത് എവിടെയാണ്? നമ്മളോട് ദൈവാത്മാവ് ഒരു കാര്യം സംസാരിക്കുമ്പോൾ, നമ്മളോട് ദൈവവചനം ഒരു കാര്യം പറയുമ്പോൾ, നമ്മളോട് ദൈവവചനം ഒരു പ്രമാണം വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? നമ്മളോട് ദൈവവചനം ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് ഒരു അനുതാപത്തോടുകൂടിയുള്ള ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. അതാണ് ദൈവത്തിന്റെ വചനം കേൾവിയുടെ മുമ്പാകെ ഒരു വിശ്വാസം ചെയ്യേണ്ടത്. അതിന് പകരം ഈ അന്ത്യകാലത്ത് ഈ ലവോദിക്യ സഭ പോലെ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സമ്പന്നൻ, സ്വയം തൃപ്തി കൊണ്ടും സ്വയനീതി കൊണ്ടും ഹൃദയം കഠിനപ്പെട്ട് ദൈവവചനത്തോട് മറുവലിച്ചു നിൽക്കുന്ന ഒരു കൂട്ടത്തെ നമുക്ക് ഇന്ന് ചുറ്റും നോക്കിയാൽ കാണാം. അവിടെ അതിന്റെ നടുവിൽ ദൈവവചനത്തോട് പ്രതികരിക്കുന്ന ഒരു കൂട്ടത്തെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ദൈവവചനത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദൈവവചനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മളെ തന്നെ പരിശോധിക്കുവാൻ, ശോധന ചെയ്യുവാൻ, ആ കേട്ട വചനത്തിലൂടെ എന്താണ് ദൈവം എന്നോട് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, കേട്ടുകൊണ്ട് അതിലൂടെ ഒരു ആത്മപരിശോധന നടത്തി മാനസാന്തരത്തിലേക്ക്, അനുതാപത്തിലൂടെ ഒരു മാനസാന്തരത്തിലേക്ക് വരികയും ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ സമർപ്പണത്തോടുകൂടി വിശുദ്ധിയോടുകൂടി നിൽക്കാനായിട്ട് ഇടയാകുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിൽ നടക്കേണ്ട ഒരു കാര്യം. ഇവരുടെ ആ ഒരു കാര്യം, ആ ഒരു തിരിച്ചറിവോടെ, ആ ബോധത്തോടെ നമ്മൾ ദൈവവചനത്തിന്റെ മുമ്പാകെ ആയിരിക്കണം. ഞാൻ കുറച്ച് ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞു. നമുക്ക് വേഗം ഈ വിഷയം, ഈ 2-3 കാര്യങ്ങൾ മാത്രം ഈ ആദ്യത്തെ 3 ചില വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം.
ചില വാക്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് നമ്മളെ തന്നെ പരിശോധിക്കുവാനായിട്ട് എടുക്കാം. ദൈവവചനത്തിന് മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ ഈ ജനത്തെ പോലെ ആകരുത് നമ്മുടെ പ്രതികരണം. അത് ഞാനൊരു അമുഖമായിട്ട് പറഞ്ഞതാണ്. ഈ ജനത്തെ പോലെ, ഈ പിന്മാറിപ്പോയ ജനത്തിനുണ്ടായിരുന്ന പ്രത്യേകത, അവർ കേൾക്കുന്നു, പക്ഷെ അവര് കേൾക്കുന്ന കാര്യം അവരോടാണെന്നുള്ളത് മനസ്സിലാക്കാതെ അവർ മറിയോന്ന് ചോദിക്കുന്നു. ഇതെങ്ങനെ, എന്തിനാല്, ഞങ്ങൾ ഇതൊന്നും അല്ല, അവർക്ക് ആ സ്വയം തൃപ്തിയിലാണ്. ഇതൊക്കെ സഭയിൽ കാണുന്ന അതേപോലെ തന്നെയാണ് ഈ മലാഖിയിൽ കാണുന്ന ചിലവ്. അവർ ചോദിക്കുന്നത് ഞങ്ങൾക്കെന്താ കുഴപ്പം. ആ ചോദ്യം നമ്മളിന്റെ ഉള്ളിൽ നിന്ന് ഒരു വചന കേൾവിയുടെ മുമ്പാകെ വന്നാൽ അത് കാണിക്കുന്നത് നമ്മുടെ ഹൃദയ കാഠിന്യമാണ്. ഓരോ വചനത്തിന്റെ കേൾവിയും നമ്മളെ ആത്മപരിശോധന നടത്തുവാൻ വേണ്ടിയുള്ളതാണ്. അത് ആ ഒരു ചിന്തയോടുകൂടി നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഈ വായിച്ച 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കണ്ടെന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യമാണ് വായിച്ചത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവരെ ഉടനെ മറിയോദ്യം ചോദിക്കുന്നത് എങ്ങനെ? അതിൽ നിന്നാണ് ഞാൻ കുറെ കാര്യം പറഞ്ഞത്. ആ ഒരു മറിയോദ്യത്തിന്റെ അവരുടെ ആ അവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. സത്യം പറഞ്ഞാൽ ഈ ജനം ഓർത്ത്, ഈ ജനത്തെ കുറിച്ച് നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇവർ ഈ ചോദ്യത്തിന് വല്ല പ്രസക്തി ഉണ്ടോ? ഞങ്ങൾ എങ്ങനെയാണ് അവിടെ ഞങ്ങളെ സ്നേഹിച്ചതെന്ന് ചോദിക്കാൻ ഇവരാരാ? ശരിക്കും ഇവർ എന്തുമാത്രം അല്ലെ, എത്ര അധികം സർവശക്തനായ ദൈവത്തിന്റെ കരുതലും നടത്തിപ്പും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിച്ചാണ് ഇത്രയും നാളും ജീവിച്ചത്. ഇസ്രായേലിന്റെ അടിമ എബ്രഹാമിൽ നിന്ന് ഇസാഖ് യാക്കോബിൽ നിന്ന്, അങ്ങനെ യാക്കോബിന്റെ സന്തതി പരമ്പരയിൽ നിന്ന് അവരെ ഒരു പ്രത്യേക ജനതയായി ഇത് തെരഞ്ഞെടുത്ത് അതിനുശേഷം അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും പിന്നീട് അവർ മിസ്രൈമിന്റെ അടിമത്തത്തിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് അവരെ മോചിപ്പിച്ച് കൊണ്ടുവന്നതും മരുഭൂമിയിൽ കൂടി അവരെ നടത്തിയതും കനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുവന്നതും, അങ്ങനെ നമുക്കറിയാം അത്ഭുതകരമായ രീതിയിൽ അവരെ രാജാക്കന്മാരെ നടത്തിയത്. ഓരോ വഴികളും അവസാനം ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് അവരെ മടക്കി കൊണ്ടുവന്നതും എല്ലാം അനുഭവിച്ചവരാണ് ഈ ജനം. ഇതൊക്കെ അവര് മറന്നുപോയിട്ടൊന്നുമില്ല. അവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് വായിക്കുന്നവരും അല്ലേ. അവരുടെ ഒരു രീതി അതാണ്. അവർ ഈ ചുരുളുകളിൽ ഇതെല്ലാം വായിക്കുന്നുണ്ട്, അവരുടെ മക്കളോട് അത് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. എന്നിട്ട് അവർ ചോദിക്കുക, ദൈവമേ അവിടുന്ന് എങ്ങനെയാണ് ഞങ്ങൾ സ്നേഹിച്ചത്? ഇതൊക്കെ അനുഭവിച്ചവരാണ്. പിന്നെ ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. പലപ്പോഴും ഈ ചോദ്യം വരാറുണ്ട്. ഈ ചോദ്യം ചോദിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് പിശാചിന്റെ ചതി. ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം ഓർക്കണം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണല്ലോ അല്ലെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു ബേസ്, അടിസ്ഥാനം തന്നെ അതാണ്. സർവശക്തരായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ആ സ്നേഹത്തിന് അടിസ്ഥാനമാണ്. അതിൽ നിന്നാണ് നമ്മുടെ ജീവിതം മുഴുവൻ ഇരിക്കുന്നത്. അതേ സമയത്ത് ഈ കാര്യത്തെ സംശയിപ്പിക്കുവാൻ പലതും പ്രതിയോഗിച്ച് ശ്രമിക്കും. നമുക്കറിയാം, ഒരു ശോധനയിലൂടെ കടന്നു സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കും, അതിലൂടെ കടന്നു പോയപ്പോഴും സിസ്റ്റർ ഇപ്പോഴും ഏറ്റു പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് വിശ്വാസം. ഇപ്പോഴും എന്നെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൂ. നമ്മളിപ്പോ രോഗാവസ്ഥ വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം വരുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പിശാച് കൊണ്ട് നിന്നെ ഇപ്പോൾ ദൈവം കൈവിട്ടു, നിന്നെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ ദൈവം ഈ കഷ്ടത തരുന്നു. ഇന്ന് ലോകത്തിലുള്ള പലരും പറയുന്നത് അങ്ങനെയാ. ഇന്ന് അനേക സുവിശേഷകന്മാരും അല്ലെങ്കിൽ ദൈവസഭകളിൽ നിന്ന് ഇന്ന് ക്രൈസ്തവ ലോകത്ത് അനേകം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ദൈവത്തിൽ നിന്ന് ഏതാണ്ട് എല്ലാ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. നിത്യതയുടെ താഴെയാണ് ഇതെല്ലാം. അത് പറഞ്ഞു, നിത്യതയാണ് ഏറ്റവും വലുത്. നിത്യതയുടെ താഴെയാണ് ഈ ലോകത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും. കഴിഞ്ഞ ഞങ്ങൾ ആൽപ്പ ചർച്ചില് ഒരു ബ്രദറുണ്ട്, ക്യാൻസർ പേഷ്യന്റ് ആണ്, RCCക്കാരെ 4th സ്റ്റേജ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ആ ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം ബ്രദർ ഒരു കുഴപ്പമില്ല. ബ്രദർ പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. ബ്രദർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിത്യതയുടെ താഴെയാണ് ഇതെല്ലാം. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു ഫീലിംഗും ഇല്ല, എനിക്കൊരു തോന്നുന്നു. എനിക്കതിന് ഞങ്ങളതുകൊണ്ട് സഭയിൽ ഞങ്ങൾ ആ കാര്യം പറയാറില്ല. ഞങ്ങൾ 4th സ്റ്റേജ് എന്നൊരു കാര്യം സഭയിൽ പറയാറേ ഇല്ല. ആലപ്പുഴ ചർച്ചിൽ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. പക്ഷെ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യമാണ്. അത് എത്ര നാളെന്നുള്ളത് നമുക്കറിയത്തില്ല. അത് ഏത് മനുഷ്യനും അസുഖം വേണമെങ്കിലോ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ കാണുന്നില്ലേ. അപ്പൊ അതല്ലാത്തൊരു കാര്യമില്ല. എത്ര നാൾ ഈ ഭൂമി ജീവിക്കുന്നത് ഒരു പ്രശ്നമല്ല. പക്ഷെ നിത്യതയാണ് ഏറ്റവും വലുത്. നിത്യതയ്ക്ക് താഴെയാണ് ഇതെല്ലാം എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ പിശാച് തരുന്ന ഈ ചതിയെ നമ്മൾ തിരിച്ചറിയണം. പിശാച് കൊണ്ടുവന്ന ഈ ആലോചനയെ തിരിച്ചറിയണം. ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴോ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന ആ ചതി നമ്മൾ തിരിച്ചറിയണം. അതാണ് ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് അവിടെ യഹോവയുടെ അരുളപ്പാടെന്ന് പറഞ്ഞാൽ എന്താണ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ ആഴത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പതിയണം. എന്താണ് ഒന്നുകൂടെ വായിക്കാം, പഴയ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാം. അത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്.
ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പുതിയ ദൈവത്തിൽ പറഞ്ഞെന്തോ, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളെയും സ്നേഹിക്കുന്നു എന്നാണ് പുതിയ നിയമത്തിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താ, പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ എന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ വാക്യം യോഹന്നാൻ 17:23 23 യോഹന്നാൻ 17:23. അത് വളരെ അതാണ് നമ്മൾ ഓർക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ പിശാചിന്റെ ഒരു ചതിയാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രശ്നം വരുമ്പോൾ പിശാച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും, ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല. അതുപോലെ വേറൊരു സന്ദർഭമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? നമ്മളാരും തികഞ്ഞവരല്ല, നമ്മളാരും പൂർണ്ണരാകുന്നില്ല. പൂർണ്ണരാകുന്ന കർത്താവിന്റെ വരവിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് വീഴ്ചകൾ പറ്റും, നമ്മൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്നു. പിശാച് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഇന്നലെയും കൂടെ വീണല്ലോ, അതുകൊണ്ട് ദൈവത്തിന് നിന്നോട് ഒരു ചെറിയ പിണക്കമുണ്ട്, അല്ലെ സ്നേഹമുണ്ട്, ഇച്ചിരി ഇഷ്ടക്കുറവുണ്ട്, അല്ലെങ്കിൽ ദൈവം നിന്നോട് പിണങ്ങിയിരിക്കുകയാണ്. ഇല്ലേ, ദൈവം നിന്നോട് പിണങ്ങിയിരിക്കുകയെന്ന് പലപ്പോഴും തോന്നുന്നു. എന്റെ കുഴപ്പമുണ്ട്, ഞാൻ ഇന്നലെ കൂടെ അപ്പൊ ദൈവത്തിന് ശരിക്കും എന്നോട് സ്നേഹമുണ്ട്. സംശയം. ഇത് പ്രതിയുടെ ഒരു ചതിയാണെന്ന് തിരിച്ചറിയണം. പ്രതിയുടെ ഒരിക്കലും അത്തരം ചതിയിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകരുത്. നമുക്ക് വിശ്വാസം ഉണ്ടാവണം. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ വാക്യം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതൊരു വലിയ കാര്യമാണ്. ഇത് ഏതെങ്കിലും തുടങ്ങിയതാണ് പിശാചിന്റെ ചതി. ഏതെങ്കിലും തന്നെ പിശാച് എന്താ ചെയ്യുന്നത്? അവരോട് പറയുമ്പോഴത്തേക്ക് ഇത് ഈ വിഷയത്തിന്റെ അത് അപ്പോഴും തന്നെ കടത്തൂടെ നിന്നോ ദൈവത്തിന് ഒരല്പം എന്തോ ഒരു ഇത് ഇഷ്ടക്കുറവുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ദൈവം മറ്റേതും കൂടെ അനുവദിച്ചതിന് അത് കഴിച്ചാൽ നീ ദൈവത്തെ പോലെ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ? നിന്നോട് ദൈവത്തിന് ഒരല്പം താല്പര്യക്കുറവുണ്ട്. ഇതാണ് ചതി. ഈ ചതി അന്നേ തുടങ്ങിയതാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. സ്നേഹം ഇവിടെ ഇതിങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ അടുത്തൊരു മറുപടി ഉണ്ട്. യഹോവ വീണ്ടും അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിന്റെ 2-ാം വാക്യത്തിൽ അവസരം 3-ാം വാക്യത്തിലായിട്ട് ദൈവം ഒരു മറുപടി ഉണ്ട്. അല്ലാതെ ദൈവം പിന്നെ നമ്മളാണെങ്കിൽ നിങ്ങൾ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളോട് പറയും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാലുടനെ നമ്മൾ മറുപടിയായിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ ഉടനെ പറയും ഞാൻ ചെയ്ത ആ കാര്യം ഓർക്കുന്നില്ല, ഈ കാര്യം ഓർക്കുന്നില്ല, മറ്റേത് ഓർക്കുന്നില്ല, അതൊക്കെ ചെയ്തു തന്നല്ലേ എന്നൊക്കെ പറയുന്നതിന് പറയും. ദൈവത്തിന്റെ അരുളപ്പാട് എന്താ? ഉടനെ തന്നെ ഒറ്റ കാര്യം പറയുന്നത്, ഞാൻ ഏശാവിനെ വെറുത്തു, യാക്കോബിനെ സ്നേഹിച്ചു. ഒറ്റ മറുപടിയേ ഉള്ളൂ. രണ്ടുപേരും ഇരട്ടകളായിരുന്നു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ യേശാവിനെയോ വെറുത്തു. എന്റെ ട്രാൻസ്ലേഷനിൽ അതിന്റെ തൊട്ട് അത് തന്നെ അതിന്റെ കൂടെ ചേർത്ത് അതുകൂടെ പറയുന്നുണ്ട്. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, യേശാവിനെയോ വെറുത്തു. അവിടെ എന്താ? ഒറ്റ ഇതേ ഉള്ളൂ. ദൈവത്തിന് നമ്മൾ ഇവിടെ ഇന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക്, ഈ വാക്യം കേൾക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഓർക്കേണ്ടത്? ദൈവത്തിന് നമ്മളോട് സ്നേഹം തോന്നി, അതിന് പ്രത്യേകിച്ച് വിശദീകരണമൊന്നും കൊടുക്കാറില്ല. ദൈവത്തിന്റെ സ്നേഹം അത് എഫെസ്യലേഖനത്തിലെ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ ലോകസ്ഥാപനത്തിൽ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. സ്നേഹത്തിന്റെ ഒരു വാക്യം 6-ാം വാക്യത്തിലാണ് സ്നേഹത്തിൽ നിയമിച്ചു. അവിടെ ദൈവത്തിന്റെ സ്നേഹത്തിന് അതിന് വേറെ നമുക്ക് വിശദീകരണമൊന്നുമില്ല. ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു, നമ്മളെ തീരുമാനിച്ചു. നമ്മൾക്ക് അത് കഴിഞ്ഞ് ഈ നമുക്ക് മലാഖി വരുമ്പോ വായിച്ച യോബിനെ സ്നേഹിച്ചു, യേശാവിനെ വെറുപ്പ് ഭാഗത്തെ ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. ആ വായിക്കാം. അവിടെ ഈ സ്നേഹം എങ്ങനെയായിരുന്നു ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു നിർണയമാണ്. അല്ലാതെ നമുക്ക് അവിടെ പ്രശംസിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവുകൊണ്ട് കാണുന്ന ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ മനസ്സിൽ ദൈവം എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഫലം ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ ആയിരിക്കുന്നത് ദൈവമായിട്ട് സാധിച്ചല്ലോ. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ സ്നേഹത്തിൽ മുൻനിയമിച്ചു എന്നതുകൊണ്ടാണ് ഇത് നമുക്ക് റോമാലേഖനത്തിലെ ഭാഗം വായിക്കാത്തത്. റോമാലേഖനം 10-ാം അധ്യായത്തിലാണ്. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ പ്രവൃത്തികളെ അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. ഗുണമോ ദോഷമോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മൂത്തവനുകളെ സ്നേഹിക്കുന്ന ദൈവം അവരോട് അരുളി ചെയ്തു. അത് കഴിഞ്ഞ് 12-ാം വാക്യം, പ്രവൃത്തികളാലല്ല വിളിക്കുന്നവന്റെ ഇഷ്ടത്താൽ തിരഞ്ഞെടുപ്പിലൂടെ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറേണ്ടതിന് തന്നെ
13-ാം വാക്യം. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഞാൻ വെറുത്തു എന്ന് എഴുതിയിരിക്കുന്നതല്ലോ. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? വിളിച്ചവന്റെ ഇഷ്ടത്താൽ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറേണ്ടതിന് തന്നെ, ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറേണ്ടതിന് ദൈവം ഒരാളെ സ്നേഹിച്ചു, ഒരാളെ. അപ്പോൾ നമുക്ക് കിട്ടിയ സ്നേഹം ദൈവത്തെ സ്നേഹിക്കുന്നത് നമുക്കൊരു കൃപയാണ്. കൃപയാണ് അതവിടെ എന്താണ് ലഭിച്ച ഒരു അവകാശം. അത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹിക്കുന്നു എന്നുള്ളത്. നിശ്ചയത്തിൽ നമ്മുടെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വലിയ മഹത്തായ ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ പദവിയാണ് നമ്മൾ നോക്കാം. നമുക്കൊരു പിശാചിന്റെ ശല്യപ്പെട്ടു പോരുത്. പിശാച് ഏതൊരു സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മളെ സംശയിപ്പിക്കാൻ പോയി, ദൈവത്തിനോട് ദേഷ്യമുണ്ട്, എന്നോട് ഇപ്പൊ പിറങ്ങിയിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വരുന്നത് മനുഷ്യൻ. നമ്മൾക്ക് അങ്ങനെ ചിന്തയുടെ ആവശ്യമില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ലോകസ്ഥാപനത്തിൽ നമ്മളെ തന്നെ ലോകസ്ഥാപനത്തിന്റെ മുന്നിൽ നിശ്ചയത്തിൽ നമ്മളെ ഈ നാട്ടിലുള്ള വാക്കിയുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അത് തന്നെ പരിശോധിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു കാര്യം നമ്മൾ ഈ ഒരു കാര്യമാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അല്ലാതെ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാതെ നമുക്ക് സ്വയം പരിശോധിക്കാം. വാസ്തവമായിട്ട് ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ എന്റെ മനസ്സിലൊരു സംശയമില്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എന്റെ ജീവിതത്തിൽ സ്ഥാനമാണ്. അതാണ് എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഊർജ്ജം. കർത്താവിനെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, കർത്താവ് യേശു ക്രിസ്തുവിനെ പിതാവ് സ്നേഹിച്ച പോലെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് എന്നെ നടത്തുക. ബോധ്യം നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. നമ്മൾ എവിടെ നിരാശപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സങ്കടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെ അത് തെറ്റായിരുന്നു എന്ന് ഓർത്ത് നമുക്ക് മാനസാന്തരപ്പെടാം. അതല്ലായിരുന്നു, ഞാൻ ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു എന്നെ നിരാശപ്പെടുത്തിയത് ഏറ്റു പറയാം, മാനസാന്തരപ്പെടാം. നമുക്ക് അടുത്തൊരു കാര്യം പറയുന്നത് 6-ാം വാക്യത്തില്, അതിന്റെ 6-ാം വാക്യത്തിൽ പുരോഹിതന്മാരോടാണ് പറയുന്നത്. അപ്പോൾ പുതിയ വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പുരോഹിതന്മാരോട് പറഞ്ഞിരിക്കുന്ന കാര്യവും നമുക്ക് ഗൗരവത്തോടെ തന്നെ കാണാം. അവിടെ ആ വാക്യം ഒന്ന് വായിക്കാം. 6-ാം വാക്യം മലാഖിയാണ്. മലാഖി 1-ാം അധ്യായത്തിന്റെ, മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ തന്നെ 6-ാം വാക്യം. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ എന്റെ നാമത്തെ ഉച്ചയിരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അവിടെ പുരോഹിതന്മാരോട് ചോദിക്കുന്ന ആ ചോദ്യം നമുക്ക് നമ്മളോടുള്ള ചോദ്യമായിട്ട് ഏറ്റെടുക്കാം. നമ്മൾ വാസ്തവത്തിൽ ദൈവമായ സമർപ്പണം നടത്തുന്നത് ഈ ജനത്തെ പോലെ ഒരു ഗൗരവമില്ലാതെ ഒരു ചടങ്ങിൽ നിന്നുള്ളോ വളരെ കാഷ്വൽ ആയിട്ടാണോ നമ്മൾ ദൈവഭാവം ജീവിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണം. ദൈവം നമ്മൾ ഈ സത്യാസമയം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് നമുക്ക് നോക്കണം. നിങ്ങൾ എന്റെ മുമ്പാകെ വന്നിരിക്കുന്നു, പക്ഷേ നിങ്ങൾ വളരെ കാഷ്വലായിട്ട് വേണ്ട ഗൗരവം തരാതെ, ഞാൻ എന്റെ വാക്കുകൾക്ക് വേണ്ട ഗൗരവം കൊടുക്കാതെ, എന്നെ വിശ്വസിക്കാതെ, എന്നെ സ്നേഹിക്കാതെ ഒരു 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 പരിപാടി പോലെ വന്നിരിക്കുകയാണോ അന്നാണ് ദൈവാത്മാവ് ചോദിക്കുന്നത്. അവിടെ ചോദിക്കുന്നത് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. മകൻ അപ്പനെയും ദാസനെയും. അപ്പോൾ അപ്പൻ ആ മകൻ അപ്പനോടുള്ള ബഹുമാനം അതുപോലെ ഇല്ല നിങ്ങൾക്ക്. നിങ്ങൾ പറയുന്നു മകൻ അപ്പനെ ബഹുമാനിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ? മകൻ അപ്പനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ദാസൻ, അന്നത്തെ കാലത്ത് ആ ഒരു ചിന്ത വെച്ചാൽ പോലെ അടിമയ്ക്ക് യജമാനോടുണ്ടാകേണ്ട ബഹുമാനം എന്താണെന്ന് നമുക്കറിയാം. നിങ്ങൾ അങ്ങനെ പോലും ചെയ്യുന്നില്ല. നിങ്ങൾ അങ്ങനെ ദൈവമായ നിന്റെ സർവശക്തരായ നിന്റെ ദൈവമായ യഹോവയെ, ദൈവത്തെ സർവേശ്വരനെ നീ ബഹുമാനിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഇതൊരു ചോദ്യമായിട്ട് നമ്മൾ തന്നെ നമുക്ക് ചോദിക്കണം. നമ്മുടെ ബഹുമാനം, ഭയഭക്തി ബഹുമാനം എത്രത്തോളം ഉണ്ട്? അതിന്റെ തെളിവ് താഴോട്ട് നോക്കുമ്പോൾ കാണാം. താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ വായിക്കുന്നില്ല. അതിന്റെ സംഭവം നമ്മൾ വായിക്കുമ്പോൾ കാണാം. അവരെന്താ ചെയ്തെന്നറിയാം. അവര് യാഗം കൊടുക്കാൻ കൊണ്ടുവരുന്ന വസ്തുക്കളെല്ലാം പഴയതും കൊണ്ടുവരാത്തതും അവർക്ക് വേണ്ടാത്തെല്ലാം കൊണ്ടുവന്നു. എന്നാ പിന്നെ അത് ആർക്കിരിക്കട്ടെ, എന്നാ പിന്നെ അത് ദൈവത്തിന് ഇരിക്കട്ടെ. കൊണ്ടുവരാത്ത ആടോ വല്ലോ ഉണ്ടെങ്കിൽ, ആടോ ഉണ്ടെങ്കിൽ അതൊന്നാ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, പ്രമാണം അനുസരിക്കുന്ന കാര്യത്തിൽ ഒരു തെറ്റില്ലാത്തവരായിരുന്നു. അവർ കൃത്യമായിട്ട് എല്ലാ പ്രമാണം അനുസരിക്കും. യാഗം കൊടുക്കണോ, യാഗം കൊടുക്കാം. കൊടുക്കുന്നത് ഏതിനെയാ? കൊടുക്കുന്നത് ആർക്കും വേണ്ടാത്തതിനെ കൊണ്ട് കൊടുക്കും. അങ്ങനെ വായിക്കുന്നത്. ഇവിടെ ചോദിക്കുന്നുണ്ട്, ഇവിടെ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, നീ ഇത് കൊണ്ടുവന്ന് ദേശാധിപതി കാഴ്ചയൊക്കെ നിനക്ക് ധൈര്യമുണ്ടോ? യാഗം കഴിക്കാൻ കൊണ്ടുവന്നാൽ
അത് ദോഷമാണ്. നിന്നെയല്ലേ മുറുതും മീനും ഉള്ളതിനെ കാഴ്ച വെച്ചാലും ദോഷമില്ലേ? നിന്റെ ദേശാധിപതിക്ക് അവയെ കാഴ്ച വെച്ചാൽ ആരും സന്തോഷമാവോ? നിന്നോട് പ്രീതി കാണിക്കുക, അതിനുള്ള ധൈര്യമില്ല. അത് ധൈര്യപ്പെടുത്തില്ല. നമ്മള് ദേശാധിപതിക്ക് കൊണ്ട് കാഴ്ച വെച്ചാൽ വിവരം അറിയുമെന്നറിയാം. ദൈവത്തിന് കൊടുത്താൽ കുഴപ്പമില്ലെന്നുള്ള ധാരണയിലാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതാണ് അവരോട് ദൈവത്തിന്റെ അരുളപ്പാട്. നിങ്ങൾ എന്തുമാത്രം നിന്ദിക്കുന്നു. ഇപ്പോഴും അവർ ചോദിക്കുക എങ്ങനെയാണ് നിന്ദിക്കുന്നത്. അപ്പോഴാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. ആദ്യം ഇത് ചോദിക്കുന്നപ്പോഴാണ് പ്രവാചകന്റെ താഴോട്ടായിട്ട് വിശദീകരണം കൊടുക്കേണ്ടി വരുന്നത്. എന്തിനാലാണ് ഞങ്ങൾ മലിനമാക്കിയത് 2 പ്രാവശ്യം ചോദിക്കുന്നത്. അപ്പോഴാണ് എങ്ങനെയാണ്, എന്തിനാലാണ്, അപ്പോഴാണ് ഈ വിശദാംശങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇവിടെ അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴോട്ടുള്ള അതിന്റെ അവസാനം 14-ാം വാക്യത്തിൽ പറയുന്നത്, തന്റെ ആട്ടിൻകുട്ടിയിൽ ഊനമില്ലാത്തൊരാണ് ഉണ്ടായിരിക്കുകയും അതിനെ കർത്താവിന് നേരുകയും ചെയ്തിട്ട് ഊനമുള്ള തള്ളയെ കർത്താവിന് യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ എന്നവിടെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്നെല്ലാം നമ്മൾ കണ്ട ഒരു കാര്യം എന്താണ്? ഇവരുടെ സമർപ്പണത്തിന്റെ കുറവ് എന്തായിരുന്നു? ഇവരുടെ വീഴ്ച എന്തായിരുന്നു? ഒന്ന്, അവർ ദൈവത്തെ ഒരു പുത്രന് പിതാവിനോട് തോന്നുന്ന പോലെ, ഒരു ദാസന് യജമാനോട് തോന്നുന്ന പോലെയുള്ള ആ ബഹുമാനം പോലും കൊടുത്തില്ല. അതിനേക്കാളും അത്രയും അധികമാണ് കൊടുക്കേണ്ടത്. പക്ഷെ അത്രയും പോലും അവർ ദൈവത്തെ ബഹുമാനിച്ചില്ല. അതുപോലെ തന്നെ അവരുടെ സമർപ്പണം എപ്പോഴും വിലയില്ലാത്തതും ചെലവില്ലാത്തതുമായിട്ടുള്ള സമർപ്പണമായിരുന്നു അവർ നടത്തിയത്. ദാവീദിന്റെ ഒരു വാക്കുണ്ടല്ലോ, 2 സമയമില്ല, എനിക്ക് ചെലവില്ലാത്ത ഞാനൊരു യാഗം കഴിക്കുകയില്ല എന്ന് ദാവീദ് പറയുന്നുണ്ട്. 2 സമയമില്ല. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ രാജാവായിരിക്കുമ്പോഴാണ് ദാവീദിന് കൊടുക്കുക ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നത്. അരവനാട് വയലിലെ ഒരു യാഗം കഴിക്കാൻ ചെല്ലുമ്പോ ആ പുള്ളി പറയുന്നത് മുഴുവൻ എടുത്തു. രാജാവ് നീ മുഴുവൻ എടുത്തു, എല്ലാം കാളയും വരവും എല്ലാം ഞാൻ തരാമെന്ന് പറഞ്ഞു. ദാവീദ് പറയുന്നത് എന്താ? എനിക്ക് ചെലവില്ലാതെ ഞാൻ യാഗവും കഴിക്കുകയില്ല. ഇതായിരുന്നു ആ കാഴ്ചപ്പാട്. ഇതാണ് ഇന്ന് ഈ പുരോഹിതന്മാര് ഒരു ചെലവില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ചെലവില്ലാതെ ദൈവത്തിന് കൊടുക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ നമ്മൾ കാണണം. ഇന്ന് അനേകങ്ങളില് ചെലവില്ലാതെ ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്നാണ് നോക്കുന്നത്. അങ്ങോട്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, ദൈവഭാവം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചെലവുള്ള ഒരു യാഗമല്ലാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ മുമ്പായുള്ള യഥാർത്ഥ പൗരോഹിത്യ ശുശ്രൂഷ നമ്മൾ കാണുന്നത്. ചെലവില്ലാത്തതല്ല, ചെലവുള്ളതാണ് ആ സമർപ്പണം. വേറെ നമ്മളോട് കാണുന്നത് അതിലൂടെ അവർ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ എന്താണ്? ദൈവത്തെ നിന്ദിക്കുക കൂടെയാണ്, ഒരു നിന്ദയും കൂടെയാണ് അവിടെ. വാസ്തവത്തിൽ അതൊരു നിന്ദയല്ലേ? എന്താ അർത്ഥം നോക്കിയേ? ഒരു ചെലവില്ലാത്ത ഒരു യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ, സർവശക്തനായ ദൈവത്തിന് ചെലവില്ലാത്ത ഒരു യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിന്ദിക്കുകയാണ്. അതുകൂടെയാണ് വരുന്നത്. അത് ഓർക്കണം, ഭയത്തോടെ അത് കാണണം. പിന്നെ ദൈവത്തിന് നല്ല പ്രാധാന്യം അവർ കൊടുക്കുന്നത്. അവർ ഭയങ്കരമായിട്ട് ദിവ്യാഗ്രഹികളായിരുന്നു. അതുകൊണ്ടാണ് എന്താ, നല്ല ഒന്ന് അവിടെ ഉള്ളപ്പോൾ നല്ലത് മാറ്റി വെച്ച് കൊടുക്കുന്നത് അവർക്ക് പണമാണ്. അവരുടെ പണസ്ഥിരമാണ് മുന്നിട്ട് നിന്നത്. ദൈവത്തോടുള്ള ബഹുമാനവും ഇതുമല്ല. അത് നമ്മൾ ഓരോരുത്തരോട് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ധാരാളമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിൽ നമ്മൾ സമർപ്പിക്കും. പക്ഷെ ആ സമർപ്പണത്തിന്റെ പുറയിൽ കോസ്റ്റ് ഉണ്ടോ? അതിനൊരു വിലയുണ്ടോ? നമ്മൾ കൊടുക്കുന്നത് വെറുതെ എനിക്ക് മിച്ചമുള്ളത് അല്ല, അനിഷ്ടമുള്ളതല്ല. നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് എന്നാ ഒരു ദൈവത്തിനും കൂടി ഇരിക്കട്ടെ എന്ന് പറയുന്ന പോലെ നമ്മൾ വേറെ ശേഷത്തിൽ നിന്നുള്ള ആരാധന അല്ലെ, അതൊരു വേദഭാവമുണ്ട്. അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ലേ? അതായത് ഒരു കാട്ടിൽ പോയി ഒരു മരം ഉണ്ട്, അത് വെട്ടി അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, തീ കഞ്ഞു, അപ്പം ചുട്ടു, എല്ലാം കഴിഞ്ഞ് തൃപ്തിയായി കഴിഞ്ഞപ്പോ കുറച്ച് കാര്യം മിച്ചം കണ്ടു. ആ മിച്ചം കണ്ടപ്പോ എന്നാ പിന്നെ അതുകൊണ്ടൊരു വിഗ്രഹം ഉണ്ടാക്കി നമസ്കരിച്ചു. അപ്പൊ അതിന് എല്ലാം കഴിഞ്ഞിട്ട് മിച്ചം ഉള്ളത് കൊണ്ടൊരു ശേഷിപ്പിൽ നിന്നുള്ള ആരാധന, മിച്ചം കൊണ്ടൊരു ആരാധന. അതാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ സമയം. നമ്മൾ കേട്ടിട്ട് ചില സാക്രിഫൈസ് കേട്ടിട്ടില്ലേ? ചിലര് പറയും ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ജീവിതം ഞാൻ ദൈവവേലയ്ക്ക് കൊടുത്തു. നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ദൈവവേലയ്ക്ക് കൊടുക്കുന്നത്, റിട്ടയർ ചെയ്ത് കൊണ്ട് കൊടുത്താൽ നമ്മൾ നമ്മൾ ജോലിയിലാക്കുമ്പോഴും നമുക്ക് ദൈവവേല ചെയ്യാമല്ലോ. അത് ബ്രേവ് പറയല്ലേ, കുടിച്ചിട്ട് ഒരു ചായ കുടിച്ചിട്ട് ചായയുടെ മറ്റൊരാൾ കൊടുക്കുവോ എന്ന് പറയുന്ന പോലെയാണ് നമ്മളെ ജീവിതത്തിന്റെ അവസാന നാളിൽ വന്നിട്ട് ഞാൻ ദൈവത്തിന് കൊടുത്തേക്കാന്ന് പറയുന്നത്. നമ്മൾ ഞാനൊക്കെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ദൈവവേലയിലായിരുന്നു, ദൈവവേലയിലായിരുന്നു. അത് നമ്മള് ഒരു കോളിംഗ് ആണ്, ജോലി വിടുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കൊടുക്കുന്ന കാര്യം, നമ്മുടെ വാല്യുബിൾ, നമ്മളുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ സമർപ്പണത്തിനും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുകയും ദൈവത്തിന് വില കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമർപ്പണവും ജീവിതവും നമുക്കുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അല്ലാത്ത എല്ലാം
ദൈവത്തെ നിന്ദിക്കുന്നതും കൂടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ സമർപ്പണത്തെ കുറിച്ച് പറയുമ്പോൾ ആ സമർപ്പണത്തിന് വിലയുണ്ടോ? ആ സമർപ്പണം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടാണോ? അതോ എന്റെ തൃപ്തിക്കനുസരിച്ച് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സമർപ്പണം കൂടെ നടത്തിയേക്കാം എന്ന് പറയുന്ന രീതിയിലാണ് ഇന്ന് അനേകരുടെ സമർപ്പണം. ആ രീതിയിലാണ് നമ്മുടെ ജീവിതമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ജീവിച്ചേച്ച് എന്നാ പിന്നെ ഇതുകൂടെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു സമർപ്പണം അതാണ് പരിശോധിക്കേണ്ടത്. നമ്മളൊരു ഇത് പുരോഹിതന്മാരോട് ഇങ്ങനെ ഗൗരവത്തോടെ പറഞ്ഞതിന് ശേഷം അവിടെ യഥാർത്ഥ പുരോഹിതന്മാർ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതും മലാഖി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്ന് വായിച്ച് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൽ ആ കാര്യം 5-ാം അധ്യായം 2-ാം അധ്യായത്തിന്റെ മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. എന്റെ നിയമം സമാധാനവുമായിരുന്നു. ജീവൻ സമാധാനമായിരുന്നു. അവനെ കുറിച്ച് അത് വെച്ചിട്ടാണ് പിന്നീട് ഇനിയാണ് അവരെ കുറിച്ച് അവരെന്നെ ഭയപ്പെടുകയും എന്റെ നാമം വിറയ്ക്കുകയും ചെയ്ത് നേരുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരുന്നു. നീതികേട് അവന്റെ അഗ്രങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും ഞാൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൽക്കും വിട്ടുതിരിയുന്നവരാക്കി. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അക്കരങ്ങൾ വരയ്ക്കാൻ സൂക്ഷിച്ചു വെക്കേണ്ടത് ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതല്ലോ. നിങ്ങൾ വഴി വിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ദേവിയുടെ നിയമം നശിപ്പിക്കും. മതി. അതിങ്ങനെ വായിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. പക്ഷെ ശ്രദ്ധയോടെ നിർത്തി വായിച്ചാൽ ഞാൻ എന്റെ ട്രാൻസ്ലേഷനിലൂടെ വായിക്കാം. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടാണ്. അതിനകത്ത് എന്റെ ഉടമ്പടി അവരോടൊപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവന് നൽകി. അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ ഭയപ്പെടുക. അവനെന്ന് പറഞ്ഞു തുടങ്ങുന്നത് ലേവിയരെ കുറിച്ചാണ്. അത് ലേവിയർ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവൻ എന്നെ ഭയപ്പെടുകയും എന്റെ നാമത്തിൽ വെറുക്കുകയും ചെയ്തു. സത്യത്തിന്റെ ഉപദേശം അവന്റെ വായിലുണ്ടായിരുന്നു. അവന്റെ അതിരത്തിൽ ഒരു തെറ്റും കണ്ടില്ല. സമാധാനത്തിലും പരമാർത്ഥത്തിലും അവൻ എന്നോടൊപ്പം നടന്നു. പലരെയും അതിർത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അപ്പോൾ അത് പുരോഹിതന്മാർക്ക് ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ നമ്മളെ ഇത് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവര് അല്ലെങ്കിൽ പുരോഹിത വർഗം എന്നാണ് പുതിയ നിയമത്തിൽ എല്ലാവരെയും കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അനുഭവമായി തീരേണ്ട ചില കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്താണ്? അവർക്ക് ദൈവഭയം ഉണ്ടായിരുന്നു. അവർ ദൈവത്തെ ബഹുമാനിച്ചു ഭയഭക്തിയോടെ നിന്നവരാണ്. ഭയം ഉണ്ടായി വിറയ്ക്കുന്നവരായിരുന്നു. ദൈവം വിറയ്ക്കുന്നു എന്ന് പറഞ്ഞത് അവർക്ക് ദൈവഭയം ഉണ്ടായിരുന്നു. രണ്ടാമത് അവർ പറയുന്നത് അവർ ദൈവനാമം ദുഷിക്കുന്നതിനെ അവർ ഗൗരവത്തോടെ കണ്ടവരായിരുന്നു. നമ്മളവിടെ കാണുന്നു. അവർ ദൈവനാമം ദുഷിക്കുന്നത് കണ്ടിട്ട് അവർ എന്റെ നാമത്തിൽ വിറയ്ക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവനാമം ദുഷിക്കുന്നതിനെ കണ്ടവർക്ക് ഒരു വിറയ്ക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദേഷ്യം, അത്രയും ഗൗരവം ഉണ്ടായിരുന്നവരായിരുന്നു ദൈവനാമം ദുഷിക്കുന്നത് കാണുമ്പോൾ. പിന്നീട് മൂന്നാമത് അവർ പറയുന്നത് അവർ സത്യം സംസാരിക്കുന്നവരായിരുന്നു. അവരുടെ വായിൽ നിന്ന് ഒരിക്കലും ഭോഷ്ക്ക് വരത്തില്ല. ഇതൊരു ക്വാളിറ്റിയാണ്, ഇതൊരു ശുശ്രൂഷയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ദൈവവചനം എടുത്ത് ശുശ്രൂഷിക്കുന്ന പുരോഹിതർ അല്ലെങ്കിൽ ഇന്ന് ദൈവവിലയുന്ന ദൈവത്തിനായി ശുശ്രൂഷിക്കുന്നവരുടെ എല്ലാം വായിൽ എപ്പോഴും സത്യമായിരിക്കണം, സത്യം സംസാരിക്കുന്നവരായിരുന്നു. എന്ന് മാത്രമല്ല അവർ തെറ്റൊന്നും സംസാരിച്ചില്ല. അവരുടെ നിന്ന് അരുതാത്തതൊന്നും അവരുടെ വായിൽ ഉണ്ടായില്ല, തെറ്റൊന്നും സംസാരിച്ചില്ല. പിന്നെ അവരെ കുറിച്ച് പറയുന്ന അവരെപ്പോഴും സമാധാനത്തിൽ നടക്കുന്നവരെ, സമാധാനമായിരുന്നു അവരുടെ ഒരു അടയാളം. സമാധാനത്തിൽ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവരായി. പിന്നൊരു കാര്യം അവിടെ പറയുന്നത് എന്താണ്? അവർ ദൈവത്തിന്റെ കൂടെ സത്യസന്ധതയോടെ നടക്കുന്നവരായി. പരമാർത്ഥത എന്നതാണ് സത്യസന്ധതയാണ്. പരമാർത്ഥതയോടെ ദൈവത്തിനോട് നടക്കുന്നവരായി. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, അവർ പലരെയും അകൃത്യത്തിൽ നിന്ന് വിടുവിക്കുന്നവരുമായിരുന്നു. ഇതാണ് ഈ ഒരു ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ നമ്മളെ കുറിച്ച് ദൈവം ഇന്ന് ഈ തലമുറയുമായി നമ്മളെ ഓരോരുത്തരെ കുറിച്ചും. പുതിയ നിയമ വിശ്വാസികളെല്ലാം ഇതാണ് രാജകീയ പുരോഹിതവർഗം എന്ന് പറയുമ്പോൾ പുരോഹിതന്മാരുടെ ശുശ്രൂഷ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്കും അത് ഗൗരവമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മാതൃകയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളായിട്ട് എടുക്കാം. ഇതും നമുക്ക് പരിശോധിക്കാം. ഇതിലൊക്കെ നമ്മൾ ഏതളവിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ടുണ്ട്, സത്യമായിട്ടുണ്ട്. അത് പരിശോധിക്കുമ്പോൾ ഒരു പരിശോധന ഇല്ലാതെ ഇത് കേട്ടിട്ട് കാര്യമില്ല. അതാണ് ആദ്യമേ പറഞ്ഞത്. ഈ ജനത്തെ പോലെ അയമൊക്കെ ഞങ്ങൾക്ക് തന്നെ കുഴപ്പം, ഞങ്ങളൊരു എന്തോ ഈ പറയുന്നത് എന്നുള്ള മറുചോദ്യം ചോദിക്കാതെ ഈ മലാഖി കണ്ട നമ്മൾ മറുചോദ്യത്തിന്റെ കുറെ ഭാഗ്യങ്ങൾ കാണിച്ചില്ല. പല സ്ഥലത്ത് അവർ ഈ മറുചോദ്യം ചോദിക്കുന്നുണ്ട്. ലൗകിക സഭയിലെ ആളുകളെ പോലെ ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും പൊട്ടില്ല എന്ന് പറയാതെ നമുക്ക് പരിശോധന നടത്താം. കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ സത്യസന്ധമായിട്ട് ശോധന ചെയ്യാം. നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ? കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങനെ ബഹുമാനിക്കുന്നതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഇവിടെ പുരോഹിതന്മാർക്ക് വെച്ചിരിക്കുന്ന
അവിടുന്ന് നിയമം ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. ലേവ്യത്തിലുള്ള നിയമം എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആയിരുന്നു. ലേവ്യരെ അഭിഷേകം ചെയ്തിരുന്നത് അവർ ഉടമ്പടി അങ്ങനെയായിരുന്നു. ആ ഉടമ്പടിക്ക് അനുസരിച്ചല്ലായിരുന്നു അവരുടെ പ്രയോജനം ജീവിച്ചതെന്നുള്ളതുകൊണ്ടാണ് അവരെ വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്നത്. വാസ്തവമായിട്ടും ദൈവവേലയ്ക്കായിട്ടും വിളിക്കപ്പെട്ടവർ അല്ലെങ്കിൽ എല്ലാ വിശ്വാസികളും ദൈവത്തിന്റെ പ്രമാണം ഇപ്രകാരമാണ് അവരെ യോഗ്യരാക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് പരിശോധിക്കാം. ഞാൻ എത്രത്തോളം ഇതിനോട് ചേർന്ന് വരുന്ന സത്യസന്ധരായിരിക്കുന്നു. എന്റെ വായിൽ എത്രമാത്രം ഹൃദയപരമാർത്ഥ, എന്റെ ജീവിതത്തിൽ എത്രമാത്രം ഹൃദയപരമാർത്ഥത, അത് അങ്ങനെ തന്നെ എന്നെ കാണുന്നവർ എപ്പോഴും നേരുള്ളവരായിട്ട്, ഒരു കാപട്യമില്ലാത്തവനായിട്ട്, ഒരു കള്ളം പറയാത്തവരായിട്ടാണ് എപ്പോഴും കാണുന്നത്. ഞാൻ സംസാരിക്കുന്നത് എപ്പോഴും സത്യമാണോ? ഞാൻ ദൈവഭയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ മൊബൈൽ എടുക്കുമ്പോൾ ദൈവഭയം, നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്നതിനകത്ത് ദൈവഭയം. നമുക്ക് ചില കാര്യങ്ങൾ അറിയാവുന്ന ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു വിറയലുണ്ട്. സത്യമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് മൊബൈൽ, നമുക്കറിയാം ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം കളയുന്നത്, നമ്മളെ ദുഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇന്റർനെറ്റും അതിലൂടെ വരുന്നത്. ചില സമയത്ത് നമ്മൾ അറിയാതെ ചില സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ഷോക്കടിക്കുന്ന പോലെ തോന്നും. ദൈവഭയത്തിന്റെ, ഞാൻ അതിനെ കാണുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ തരുന്ന ഒരു ഷോക്കാണത്. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അനുഭവിക്കാനും പറ്റും നമ്മുടെ സത്യസന്ധരാണ് എങ്കിൽ. അതാ ദൈവഭയമാണ്. അതുകൊണ്ട് ദൈവത്തിന് ഭാഗമുള്ള ഒരു റെഫറൻസ്, ആ ഒരു ഭയഭക്തി ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കും. ഇതിന്റെ നമുക്ക് പരിശോധിക്കാം. ആദ്യം പറഞ്ഞ സ്ഥലം ഒന്നുകൂടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ആ സത്യം അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതാണ് ഈ നമ്മൾ മുന്നോട്ട് നടത്തി പോകുന്നത്. രണ്ടാമത് പറഞ്ഞ പുരോഹിതന്മാരോട് ആ മലാഖിലെ ആ അരുളപ്പാട് നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കാം. നമ്മൾ ദൈവത്തെ വേണ്ടവരുടെ ബഹുമാനം കൊടുക്കുമ്പോൾ കോസ്റ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്. അതോ മിച്ചത്തിൽ നിന്ന്, ഒരു ശേഷിപ്പിൽ നിന്ന് എല്ലാം എന്നാൽ ഇതും കൂടെ ഇരിക്കട്ടെ, ദൈവത്തിനും കൂടെ ഇരിക്കട്ടെ എന്ന ഒരു മനോഭാവത്തോടെയാണോ? അനേകം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിന് നടുവിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം, ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടത്, ദൈവത്തിന് എന്റെ ഏറ്റവും വിലയുള്ളത് ഞാൻ കൊടുക്കുന്നു എന്ന് പറയുന്ന ആ സമർപ്പണം നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഈ വചനങ്ങൾ ഒരു ആത്മപരിശോധനയ്ക്കായിട്ട് ഏറ്റെടുക്കുകയും അതിൽ നിന്നും ഒരു മാനസാന്തര അനുഭവവും ഇന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് നടത്തുക. ആരും നിരാശപ്പെടില്ല. അല്ലെങ്കിൽ ആരും എന്താ പറയുന്നത്, നിരാശയും ഒരു നിരുത്സാഹവും നമുക്ക് ദൈവസഭയിലില്ല. നമുക്ക് മാനസാന്തരമുണ്ട്, നിരാശയില്ല. ഓരോ സമയത്തും വചനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഈ ജനത്തെ പോലെ മറിയൊന്നും ചോദിക്കാതെ എന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണെന്നുള്ള വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഒരു കഴിവിലൂടെ നമുക്ക് വീണ്ടും ദൈവസഭയിൽ നമ്മളെ തന്നെ സ്ഥാപിക്കുക. മലാഖി പ്രവാചകൻ ഇസ്രായേൽ മക്കളുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ പ്രവാചകനായിട്ടാണ് നമുക്ക് കാണുന്നത്. പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് കൊടുക്കുന്ന ആളാണ്. ഓ ഈ മലാഖി അന്ന് യഹൂദ ജനങ്ങളുടെ മധ്യയുള്ള തെറ്റുകളെ അവർക്ക് മനസ്സിലാക്കിയിട്ട് അവരെ നേരായ വഴിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പ്രവചനം അവർക്ക് കൊടുക്കുന്നത്. അവിടെ നമ്മള് ചില ചോദ്യങ്ങൾ ചോദിക്കുക. ആദ്യം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് യഹോവ അരുളി ചെയ്യുന്നു, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു? അത് ദൈവത്തിന്റെ സ്നേഹത്തെ പോലും അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നീ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നെന്നാണ് നീ പറയുന്നത്. പക്ഷെ ഞങ്ങളെ ഏതിനാല് സ്നേഹിക്കുന്നേ? പക്ഷെ കർത്താവ് എന്താ ചെയ്തേ? അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമാണ്. അവരെ വീഴ്ചയിൽ നിന്നും താഴ്ചയിൽ നിന്നും ഒക്കെ വിടുവിച്ച് കൊണ്ടുവന്ന ദൈവമാണ്. പക്ഷെ ചോദിക്കുന്നത് ഏതിനാൽ സ്നേഹിക്കുന്നു? പിന്നെ നീ ഞങ്ങളെ ചിലരെ തിരസ്കരിക്കുന്നു, ചിലരെ സ്നേഹിക്കുന്നുണ്ട്, ചിലരെ തിരസ്കരിക്കുന്നു. ഇവിടെ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിക്കുന്നു. യാക്കോബിനെ സ്നേഹിക്കുകയും
ഏശാവിനെ ദ്വേഷിക്കുകയും ചെയ്തക്കൊണ്ടുള്ള കാര്യം എന്താ? അവർക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ചോദിക്കുന്നു, മരുഭൂമിയിലെ ശൂന്യമാക്കി അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുവഴിയിലേക്ക് കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ശൂന്യ സ്ഥലങ്ങളെ വീണ്ടും പണിയും എന്ന് ഏദോം പറയുന്നു. ഞങ്ങൾ പണിയും എന്നാണ് ഏദോം പറയുന്നത്. അവിടെ പറയുന്നു, എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ പണിയട്ടെ, ഞാൻ ഇടിച്ചു കളയും. അങ്ങനെ ദൈവം പറയണമെന്നുണ്ടെങ്കിൽ എന്ത്? ദൈവത്തിന്റെ ഇഷ്ടത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, അതോ നമ്മുടെ സ്വന്തം ഇഷ്ടമാണോ നമ്മൾ ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. നമ്മളെ ഈ ലോകത്തില് ഈ പ്രത്യേക സമയത്ത് നമ്മളെ ജീവനോടെ, ചില സാഹചര്യങ്ങളിൽ കൂടെ ജീവനോടെ ഈ ലോകത്തിൽ ഓരോ സ്ഥാനത്തും ആക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ആക്കി വെച്ചിരിക്കുമ്പോ ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മളെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ഈ പ്രത്യേക സ്ഥലത്ത് എന്റെ റെപ്രസെന്റേറ്റീവായിട്ട് നീ നിൽക്കണം, എന്നെ പ്രതിനിധാനം ചെയ്യുന്നവരായിരിക്കണം നീ. അല്ലാതെ നിന്റെ സ്വന്തം ഇഷ്ടം ചെയ്യാനല്ല, നിനക്ക് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനല്ല നമ്മളെ ഓരോരുത്തരെ ആക്കി വെച്ചിരിക്കുന്നത്. ഓരോരുത്തരിൽ കൂടെയും ദൈവം പ്രത്യേക ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന ഭവനത്തില് ഇന്നയാളുടെ മകനായിട്ട് ഇന്നയാളുടെ മകളായിട്ട് നമ്മളെ അവന് വെച്ചത്. നമുക്ക് കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാനും ഈ സഭയിലായി തീരുവാനും തക്കവണ്ണം നമുക്ക് അവൻ സാഹചര്യം ഒരുക്കി തന്നു. ആ ഒരുക്കി തന്നത് അവന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ്, അവന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത് ഈ ദൈവത്തെയാണ്. ഈ സമൂഹത്തിന്റെ മുമ്പില്, നമ്മുടെ സാക്ഷികളുടെ മുമ്പില്, ഈ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മളൊരു സാക്ഷി, ദൈവത്തിന്റെ ഒരു സാക്ഷിയായി നിൽക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ ആ സാക്ഷിയാകുന്നുണ്ടോ? അതോ തെക്കേ വീട്ടിലെയും വടക്കേ വീട്ടിലെയും ആള് ഒരേപോലെ തന്നെയാണോ? നമുക്ക് നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്നറിഞ്ഞ് അതാണോ നമ്മൾ ചെയ്യുന്നത്, അതോ നമ്മുടെ സ്വന്തം ഇഷ്ടമാണോ ചെയ്യുന്നത്? കർത്താവ് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് വളരെ താല്പര്യത്തോടെയാണ്. ഏത് സ്ഥാനത്ത് നമ്മളെ ഓരോരുത്തരെ ആക്കി വെച്ചിരിക്കുന്നോ അത് വളരെ താല്പര്യത്തോടെയാണ്. എന്നെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. പക്ഷെ നമ്മള് ഈ കർത്താവിനെ റെപ്രസെന്റ് ചെയ്യുന്നവരാണോ? യേശുവിന്റെ അതേ സ്വഭാവത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. യേശുവിന്റെ സ്വഭാവം നമുക്കറിയാം. അവൻ പുസ്തകത്തിലൂടെ വരച്ച് കാണിച്ചിട്ടുണ്ട് നമുക്ക്. അവൻ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനാണ്. പിതാവ് വളരെയധികം സ്നേഹിച്ചവനാണ്. എന്നാൽ അത് വെടിഞ്ഞ്, അത് വേണ്ട എന്ന് വെച്ച്, സ്വർഗത്തിന്റെ സകല മഹിമയും വേണ്ട എന്ന് വെച്ചിട്ട് അവൻ താണലോകത്തിലേക്ക് വന്നു. താണലോകത്തിലേക്ക് വന്ന് ഒരു കേവലം മനുഷ്യനായി മനുഷ്യന്റെ എല്ലാ നന്മയും അവൻ എടുക്കാതെ അവൻ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. അപ്പൊ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ക്രൂശ് മരണം സ്വീകരിപ്പാൻ അവൻ തയ്യാറായി. ആ യേശുവിന്റെ സ്നേഹത്തിലാണോ നമ്മള് ഈ നമ്മള് ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മള് ജീവിക്കുന്നത്? അതോ യേശുവിനെ പോലെയാണോ? യേശുവിനെ പോലെയാണോ അതിന്റെ ഓപ്പോസിറ്റ് ആണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ ഓരോ കാര്യത്തിലും നമുക്ക്
ഈ യേശുവിന്റെ സ്വഭാവം നമ്മളിൽ കൂടെ നമ്മൾ ലോകത്തിന് കൊടുക്കേണ്ടതാണ്. അതാണോ നമ്മൾ കൊടുക്കുന്നത്? അതോ ലോകക്കാരായി മാറിയിരിക്കുകയാണോ? നമുക്ക് ലോകക്കാരായി മാറാനല്ല, യേശുവിന്റെ ക്രൂശ് വഹിക്കാനാണ്. നാടോറും അവന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ നാൾതോറും ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കാനായിട്ട് നമ്മളെ മാറ്റി കൊടുക്കുക, നമ്മുടെ പ്രവൃത്തികള് നമ്മൾ ശോധന ചെയ്യുക. ക്രൂശെടുക്കുകയാണോ ഞാൻ ചെയ്യുന്നത്, അതോ ക്രൂശെടുക്കാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോ അതിനെ അവോയ്ഡ് ചെയ്യുകയാണോ? കർത്താവേ, എനിക്ക് ക്രൂശിനെ ഉപേക്ഷിക്കാനായിട്ട് ഒരിക്കലും ഇടപെടരുതേ. നീ സ്വർഗത്തിന്റെ മഹിമ എല്ലാം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് എന്നെ പോലെയുള്ളവരെ ഉയർത്താൻ വേണ്ടിയിട്ട് ക്രൂശി കയറി ഏറ്റവും ഹീനമായ മരണം നീ സഹിച്ചെങ്കിൽ ഞാൻ അതാണ് ലക്ഷ്യം വെച്ച് ഞാൻ മുന്നോട്ട് പോകേണ്ടത്. കർത്താവെ, അതിന് എന്നെ ഞാൻ തരുന്നു. എന്റെ സ്വന്തം ഇഷ്ടം വേണ്ട. നിനക്ക് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് നീ എന്നെ കാണിച്ചാട്ടെ, അത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് നമ്മള് ഹൃദയപൂർവം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ പിന്തുടരുന്നവനാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്. അല്ലെങ്കിൽ ആ ക്രിസ്ത്യാനി എന്നുള്ള പേര് എടുക്കരുത്. ക്രിസ്ത്യാനി എന്നുള്ള പേരിന് അവൻ യോഗ്യനല്ല. ഒരുവനെ പിൻപറ്റാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ തിരിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശെടുക്കാതെ ഉള്ള ജീവിതം, ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്ന ആ ജീവിതം നമുക്ക് വേണ്ട. ക്രൂശ് വഹിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം. ക്രൂശെടുത്തുകൊണ്ട് കർത്താവ് ഏത് പ്രയാസത്തിൽ കൂടെയാണേലും നിന്നെ ഉയർത്തി കാട്ടിക്കൊണ്ട് ജീവിക്കാനായിട്ട് എന്നെ തരുന്നു എന്ന് നമുക്ക് കർത്താവിനോട് പറയാം. ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് ഉത്സാഹിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.